ഹലോ ഫ്രണ്ട്സ്, വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് എളുപ്പത്തിലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പാണ് എല്ലാം അളവ് കപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതിലാണ് അളന്നിടുന്നത്. ഈ കപ്പിൽ ഒരു 3/4 കപ്പ് ശർക്കര ഉണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ചരുവത്തിൽ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ആദ്യം ഉരുക്കാൻ വെച്ചാൽ ആദ്യം അതങ്ങ് തണുത്ത് കിട്ടുമല്ലോ. ഒത്തിരി ചൂടോടെ ഇതിലോട്ട് ഒഴിക്കരുത്. ആ കപ്പിൽ തന്നെ ഒരു ഫുൾ കപ്പ്, ആ കപ്പ് നിറച്ച് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പപ്പൊടി അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല. ഈ തരിയായിട്ടുള്ള പുട്ടുപൊടിയല്ല എടുക്കേണ്ടത്, നമ്മുടെ അരിപ്പൊടി, ഈ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലോട്ടൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 3 കദളിപ്പഴം അരച്ചത്, പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര, അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അരിച്ചെടുത്ത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട്, അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി വേണ്ടി വന്ന്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, പലർക്കും ഈ അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ പല ടൈപ്പാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റോസ്റ്റിംഗ് ലെവലൊക്കെ അനുസരിച്ച് ആ വെള്ളത്തിൽ വ്യത്യാസം വരും, വെള്ളത്തിൻ്റെ അളവിൽ. അപ്പോൾ എനിക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ വേണ്ടി വന്നു. മാവ് ഈ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഒത്തിരി ലൂസ് ആവാനും പറ്റത്തില്ല, ഒത്തിരി കട്ടിയാവാനും പറ്റത്തില്ല. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം. ദോശമാവിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടി വേണം. അപ്പോൾ ഞാനിതിനകത്ത് ബേക്കിംഗ് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്ത് നല്ലതായിട്ട് നെയ്ക്കകത്ത് മൂപ്പിച്ച്, കുറച്ച് എള്ളും കൂടെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പക്കാരൊക്കെ അത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേനും ഇങ്ങനെ നോക്കുന്നത്, എണ്ണ ചൂടായി നോക്കുക, എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. നല്ല പെട്ടെന്നാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ അല്ലേ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ, ഒത്തിരി താമസമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുഴിയായിരുന്നു ഉണ്ണിയപ്പക്കാരുടെ, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും സംഭവങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് ഉണ്ണിയപ്പം പൊങ്ങി വന്നിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.